5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരുപാട് ആളുകൾ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നവോത്ഥാന നായകന്മാരെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ നിരീക്ഷണം പറയണമല്ലോ. അപ്പോൾ എൻ്റെ നിരീക്ഷണം പറയുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ സമൂഹം ചർച്ച ചെയ്യട്ടെ. സംവാദാത്മകമായ സമൂഹമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഇടയ്ക്ക് സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. അദ്ദേഹം സംസ്കൃത സർവകലാശാലയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് വേറെ കോഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു, അമ്പലത്തിൽ ശയനപ്രദക്ഷിണ ഒഴിവാക്കി, അമ്പലത്തിലെ പ്രതിഷ്ഠകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ചു, അതിൻ്റെ ദിശ മാറ്റി, അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നതിൻ്റെ രീതി മാറ്റി, കൊടിമരത്തിൻ്റെ രൂപം മാറ്റി, ഇങ്ങനെ അമ്പലത്തിൽ നടത്തിയ കുഞ്ഞു 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 കാര്യങ്ങളെ മാറ്റിയതൊക്കെ ആചാരലംഘനമാണ്. ആചാരങ്ങളെ ലംഘിച്ച് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. ഒരാചാരവും ലംഘിച്ചില്ല. പ്രിയപ്പെട്ട സുനിൽ പി ഇളയിടവും ശ്യാംകുമാറും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഒരാചാരവും ലംഘിച്ചില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ആളാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ ഏത് ആചാരമാണ് ഇവിടുത്തെ ലംഘിച്ചത്? ബ്രാഹ്മണന്മാരടക്കമുള്ള നല്ലൊരു വിഭാഗത്തിന് അമ്പലത്തിൽ അതീശത്വം ഉണ്ടായിരുന്ന കാലത്ത്, അപ്രമാദിത്വം ഉണ്ടായിരുന്ന കാലത്ത്, ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്ക്, ബ്രാഹ്മണന്മാർക്ക് മുൻതൂക്കമുള്ള അമ്പലങ്ങളിൽ കയറാൻ ഒരു സാഹചര്യമില്ലായിരുന്നപ്പോൾ ഗുരുദേവൻ സമരം ചെയ്തോ? ഗുരുദേവൻ പോയി തല്ലുണ്ടാക്കിയോ? പ്രതിഷേധ മാർച്ച് നടത്തിയോ? അമ്പലം കുത്തിപ്പൊളിച്ചോ? അല്ലെങ്കിൽ അതിനകത്ത് കയറിയോ? ഗുരുദേവൻ ചെയ്തതെന്താണ്? ഗുരുദേവൻ ചെയ്തത് സനാതന ധർമ്മത്തിന്റെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചു. ഇന്ത്യൻ ഭാരതത്തിന്റെ ചിന്തകളുടെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചു. ഹൈന്ദവ ചിന്തയുടെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചു. ഹൈന്ദവ ചിന്തയുടെ ആയുധം എന്താണ്? കല്ലിലും പുല്ലിലും ഈശ്വരൻ, തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരനുണ്ടെന്നും, എനിക്കും ശിവപ്രതിഷ്ഠ നടത്താൻ കഴിയുമെന്നും, എനിക്കും വിഷ്ണുവിന്റെ പ്രതിഷ്ഠ നടത്താൻ കഴിയുമെന്നും, എനിക്ക് ഗണപതി പ്രതിഷ്ഠ നടത്താൻ കഴിയുമെന്നും, അങ്ങനെ എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ നിരാലംബരായ അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ആളുകൾക്കും പ്രാർത്ഥിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള വിശ്വാസ പ്രമാണങ്ങളെ മുൻനിർത്തിയാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. 36 ക്ഷേത്രങ്ങൾ ഗുരുദേവൻ പണിതതേ രക്തമൊന്നും ചൊരിഞ്ഞിട്ടല്ല, ഒരാചാരവും ലംഘിച്ചില്ല. ആചാരപരമായിട്ട് തന്നെയാണ് ഗുരുദേവൻ ക്ഷേത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിൽ നടക്കും. ഇപ്പൊ കൊടിമരം ഉയർത്തുന്നു, അല്ലെങ്കിൽ ശയനപ്രദക്ഷിണ ഒഴിവാക്കുന്നു, അങ്ങനെ ഓരോ കാര്യം. ഇതൊന്നും ആചാര ലംഘനമല്ല. ഇതൊക്കെ എങ്ങനെയാണ് ആചാര ലംഘനമാകുന്നത്? അതേസമയം മാറ്റം കൊണ്ടുവരും, അമ്പലങ്ങളിൽ മാറ്റം കൊണ്ടുവരും. പടിഞ്ഞാറോട്ടുള്ള പ്രതിഷ്ഠ പ്രശ്നം വെച്ച്, ദേവപ്രശ്നം വെച്ച് പോറ്റിയും തന്ത്രിയും പറയുന്ന അനുസരിച്ച് കിഴക്കോട്ടാക്കും. ചിലപ്പോൾ ഓരോ ക്ഷേത്രത്തിലും 6 മാസം 1 വർഷം കൂടുമ്പോൾ ദേവപ്രശ്നം വെക്കും. ശബരിമലയിൽ ഇടയ്ക്ക് ദേവപ്രശ്നം വെക്കാറില്ലേ? ഈ ദേവപ്രശ്നത്തിൽ എന്താ തെളിയുന്നതെന്ന് വെച്ചാൽ അതിന്റെ പരിഹാരക്രിയ ചെയ്യും. നമ്മൾ ആശുപത്രിയിൽ പോകും പോലെ, നമ്മൾ മറ്റ് മനുഷ്യർ വ്യക്തിപരമായി ചികിത്സ ചെയ്യുന്നത് പോലെ ഒരു പരിഹാരക്രിയ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ അമ്പലത്തിൽ ചെയ്യും. ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ആചാര ലംഘനമല്ല നടക്കുന്നത്. അവിടുത്തെ ആചാര്യന്മാർ, അവിടുത്തെ തന്ത്രിമാർ, അവിടുത്തെ പോറ്റിമാർ, അവിടുത്തെ ഉത്സവ നടത്തുന്ന കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര ഭരണസമിതി, ഉപദേശ സമിതി, ഇവരുടെ എല്ലാം യോഗം ചേർന്ന് വലിയ സമവായത്തോടുകൂടി ചർച്ച ചെയ്തതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിയെയോ ആചാര്യനെയോ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച്, താമ്പൂല പ്രശ്നവും പല തരത്തിലുള്ള പ്രശ്നം ഇപ്പുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ വെച്ച് വിധി പറഞ്ഞതിന് ശേഷം ആ പരിഹാരക്രിയ ചെയ്യലാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് വർത്തമാനം പറയുന്നത്. അപ്പൊ ആചാരം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇവിടുത്തെ ഇന്നത്തെ ആചാരം അങ്ങ് മാറ്റിയിരിക്കുന്നു. നമ്മൾ സാധാരണ പാർട്ടി കമ്മിറ്റി കൂടുന്ന പോലെ ലോക്കൽ കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയോ ബൂത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വായനശാല കമ്മിറ്റി കൂടുന്ന പോലെ കമ്മിറ്റി കൂടി അത് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഇതങ്ങ് മാറ്റിയിരിക്കുന്നു. അങ്ങനെയല്ല മാറ്റുന്നത്. തീർച്ചയായിട്ടും പരിഷ്കരിച്ച് തന്നെയാണ് ഹിന്ദു മതവും ഹിന്ദു വിശ്വാസങ്ങളും ഹിന്ദു ആചാരങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പരിഷ്കരിച്ച് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനൊരു നടപടിക്രമം ഉണ്ടെന്നേ, അതിനൊരു രീതിശാസ്ത്രം ഉണ്ടെന്നേ. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യാൻ പറ്റൂ, അങ്ങനെ ചെയ്യുകയുള്ളൂ. അതാണ് അതിന്റെ രീതി. പക്ഷെ അതിനെ കുറ്റപ്പെടുത്തി അതെല്ലാം ആചാര ലംഘനമാണെന്ന് പറഞ്ഞ് ആചാരം എന്താണ്, അനാചാരം എന്താണ്, ഇത് ലംഘനമാവുന്നത് എപ്പോഴാണ് എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഏതെങ്കിലും ഒരു ഭക്തൻ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ നിലവിലിരിക്കുന്ന ആചാരത്തെ ലംഘിച്ചുകൊണ്ട് കയറിയതായിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാവോ? തീരുമാനമെടുത്താലേ കയറാൻ കഴിയുള്ളൂ. ഇപ്പൊ ഷർട്ട് ഇടണമെന്ന് നമ്മുടെ ശിവഗിരിയിലെ മഠാധിപതി സെക്രട്ടറി പറഞ്ഞല്ലോ. കുറെ അമ്പലങ്ങളിൽ ഷർട്ട് ഇട്ട് ഗുരുദേവന്റെ SNDP ക്ഷേത്രങ്ങളിലെല്ലാം ഷർട്ട് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കയറിയത്. അത് ആചാര ലംഘനമാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ആചാര ലംഘനം. അതുവരെ ഷർട്ട് ഇടാൻ പറ്റില്ലെങ്കിലും ഷർട്ട് ഇട്ടുകൊണ്ട് കയറാമെന്നുമുള്ള ശിവഗിരിയിൽ നിന്നുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്നാണ്, അത് ഒരു മഠാധിപതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്
ഷർട്ടിട്ട് അത്തരം കുറെ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറുന്നത്. അപ്പോഴും ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഷർട്ടിടാതെ കയറുന്നുണ്ട്. ഇപ്പോഴും ഷർട്ടിടാതെ കയറാൻ പറ്റുകയുള്ളൂ. അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ ആചാരം ലംഘിച്ചിരിക്കുന്നു, ദാ കയറുന്നു എന്ന് പറഞ്ഞു നോക്കൂ. മിസ്റ്റർ സുനിൽ പി ഇളയിടം തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. അല്ലെങ്കിൽ താങ്കൾക്ക് ഒരുപാട് അനുയായികളുണ്ടല്ലോ, വിദ്യാർത്ഥികളുണ്ടല്ലോ, കൂടെ പ്രവർത്തകരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ഞാൻ വെല്ലുവിളി പോലെ പറയുന്നു, ഭാരതത്തിലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു കുഞ്ഞു കാവിലെങ്കിലും ചെന്നിട്ട് അവിടെ നിലവിലിരിക്കുന്ന കാര്യത്തെ ഞാനിത് ലംഘിച്ചിരിക്കുന്നു എന്നൊന്ന് പറയാവോ? നടക്കൂല മാഷേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ലംഘിച്ചാൽ പരിഹാരക്രിയയും ചെയ്യും. അവിടെ നിങ്ങൾ അങ്ങനെ കയറി എന്തെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം അടുത്ത നിമിഷം പരിഹാരക്രിയ ചെയ്യും, ശുദ്ധികലശം നടത്തും, തീർച്ചയായും ചെയ്യും. അതാണ് ക്ഷേത്രാചാരം. അത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ലംഘനമൊന്നുമില്ല, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചർച്ച നടക്കട്ടെ, സംവാദങ്ങൾ നടക്കട്ടെ, മാറ്റേണ്ടത് മാറ്റണം, തീർച്ചയായും മാറണം. മാറി മാറി തന്നെയാണ് ഇവിടെ എത്തിയത്. പാമ്പനെ ആരാധിച്ചിരുന്നു, സൂര്യനെ ആരാധിച്ചിരുന്നു, ഏതെല്ലാം തരത്തിൽ അഗ്നിയെ ആരാധിച്ചിരുന്നു, വെള്ളത്തെ ആരാധിച്ചിരുന്നു, ജലസമാധി ഉണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി മാറി വന്നില്ലേ? ഈ മാറ്റമുണ്ട്. ഈ മാറ്റം ആകപ്പാടെ ഉള്ളത് ഹിന്ദു മതത്തിലാണ്, ഹിന്ദു ആചാരത്തിലാണ്, സനാതന ധർമ്മത്തിലാണ്. ഇത് പരിഷ്കരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പരിഷ്കരിച്ച് പോകുന്നതിന് അതിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്. അല്ലാതെ ഒരിടത്തും ആരും കയറി ഒന്നും ലംഘിച്ചില്ല. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി നടന്ന വൈക്കം സത്യാഗ്രഹമാണ് ചെയ്തത്. അമ്പലത്തിൽ പൊളിച്ചു കയറുകയല്ല ചെയ്തത്, സത്യാഗ്രഹം കിടക്കുകയാണ് ചെയ്തത്. ഉത്തരവ് കിട്ടിയിട്ടാണ് കയറിയത്. ഇവിടെ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ട്? ഒരാളെ പറഞ്ഞ് ചട്ടമ്പി സ്വാമികളാവട്ടെ, ഗുരുദേവനാവട്ടെ, അയ്യങ്കാളിയാകട്ടെ, ആരെങ്കിലും ഒരാൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ആചാരത്തെ ലംഘിച്ചു കൊണ്ട് പോയിട്ടുണ്ടോ? അവർ സമാന്തരമായ പ്രവർത്തനങ്ങൾ നടത്തി, അത് സമ്മതിച്ചു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി അവകാശം ഉള്ളവർക്കും അവകാശമില്ലാത്തവർക്കും എല്ലാം അവകാശം എടുത്തു കൊടുക്കുന്ന പുതിയ രീതികളും നവോത്ഥാനമൊക്കെ നടത്തി. അല്ല, നിലവിലിരിക്കുന്ന ചട്ടത്തെ, നിയമത്തെ ആരും കയറി തല്ലിയില്ല, ആരും കയറി സംഘർഷമുണ്ടാക്കിയില്ല, ഒരാചാരവും ലംഘിച്ചിട്ടില്ല. അപ്പൊ ആചാര ലംഘനത്തിലൂടെ അല്ല ശയനപ്രതിഷ്ഠ മാറിയത്. അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങളും മാറ്റുന്നത് ആചാര ലംഘനത്തിലൂടെ അല്ല. അത് കൃത്യമായ സമവായത്തിലൂടെ, ചർച്ചകളിലൂടെ, അത് കൃത്യമായ ദേവപ്രശ്നത്തിലൂടെ, അതിന്റെ വലിയ രീതിയിലുള്ള ദേവന്റെ അഭീഷ്ടം, ദേവിയുടെ ഇഷ്ടം, അഭീഷ്ടം ഒക്കെ നോക്കി ദേവതാ സമ്പ്രദായത്തിന്റെ അഭീഷ്ടം കൂടി അറിഞ്ഞുകൊണ്ടുള്ള, അത് ചിലപ്പോൾ അത് സാങ്കല്പികമായിരിക്കാം, പക്ഷെ അങ്ങനെ കൂടി അറിഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിൽ മാറ്റം കാലാനുസൃതമായി കൊണ്ടുവരുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഏറ്റവും മിനിമം നോളജാണ് ഒരു അമ്പലത്തെ സംബന്ധിച്ച്. ഇതെങ്കിലും സുനിൽ പിള്ളയുടെ പോലുള്ള, ശ്യാംകുമാറിനെ പോലുള്ള, രവിചന്ദ്രന്മാരെ പോലുള്ള, വൈശാഖൻ തമ്പിയെ പോലുള്ള ആസ്തികരായാലും നാസ്തികരായാലും സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ നടക്കുന്നവരായാലും ദയവായി ഒന്ന് തിരിച്ചറിയുക.